വിനോദ് സർ, സംസ്ഥാന പദവി വേണമെന്ന ലഡാക്കിന്റെ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്, നമുക്കൊക്കെ അറിയാം. ഈ ഒരു വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് എത്തിയ അതിനിടയിൽ ഉണ്ടാവുന്ന ഒരു ഒരു തമ്മിലുള്ള ചില വിമർശനങ്ങൾ, അതിനിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ലഡാക്കിനെ ഇന്ന് വലിയ കലാപത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിച്ചത്. അതിനിടയിൽ സോനം വാങ്ചുക്കിനും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു ഇടപെടൽ നടത്തുന്നു. അത് കൂടുതൽ വഷളാകുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു സംസ്ഥാന പദവി ലഭിക്കണം എന്നുള്ള അവരുടെ ആവശ്യത്തെ മറന്നുകൊണ്ട് രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിരോധത്തിലാക്കുക, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഈ കലാപം മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ലഡാക്കിന്റെ ആവശ്യം ഏത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും? നേപ്പാളിന് ശേഷം ഇന്ത്യ കാണുന്ന വലിയൊരു കലാപമായി ഇതിനെ കണക്കാക്കാൻ കൂടി സാധിക്കുമോ? വിനോദ് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇപ്പം ഏത് സംസ്ഥാനത്തിൻ്റെയും ജനതയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, അവർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു സർക്കാർ വേണമെന്ന്. അതിപ്പോ ഒരുപക്ഷെ മാഹിയിലും പോണ്ടിച്ചേരിയിലും ഒഴിച്ച് പല സ്ഥലത്തും പലർക്കും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു സംസ്ഥാനം ഭരിക്കണം എന്ന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ഭരിക്കണം എന്നൊക്കെ തന്നെയായിരിക്കും ആഗ്രഹം. പലപ്പോഴും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് ചില ഏരിയകൾ കേന്ദ്ര ഭരണ പ്രദേശമായി മാറ്റേണ്ടി വരുന്നത്? അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ സംസ്ഥാനത്തിന്റെ സർക്കാർ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കൂല, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ജനതയും പറയുന്നത് പോലെ രാജ്യ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നില്ല. അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ചിലപ്പോ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് വരുമ്പോഴാണ് ചില നിർണായകമായ സ്ഥലങ്ങളിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി മാറ്റുന്നത്. ഇപ്പൊ ജമ്മു കാശ്മീർ സർക്കാരായിരുന്നു, സംസ്ഥാന സർക്കാരായിരുന്നു, അതിനെ 3ആയിട്ട് തിരിച്ചു. അപ്പൊ എന്നിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ലേ. ഈ ലേ എന്ന് പറയുന്നത് ലേ അല്ല, ഈ ലഡാക്ക് ചൈനയുടെ ബോർഡറിന്റെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ഒരു പക്ഷേ ചൈനയ്ക്ക് എപ്പോ വേണമെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വളരെ പ്രസക്തമായ ഒരു സ്ഥലമാണ്. അതാണ് ലഡാക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭരണപ്രദേശമായിട്ട് വരാൻ കാരണം. അപ്പോ അവിടെ അപ്പൊ തുടക്കത്തിൽ ആളുകൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കുത്തിത്തിരിപ്പുണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പ്രക്ഷോഭം തുടങ്ങി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംവിധാനം വേണം, ഇവിടെ ജോലി ഉറപ്പുവരണം, പിന്നെ 6ാം ഷെഡ്യൂളിൽ പെടുത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നടന്നു. അപ്പൊ ഗവൺമെന്റ് അതിന് ചർച്ചയ്ക്ക് തയ്യാറായി. അപ്പൊ അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, പൊതുവെ അവിടുത്തെ 2 പ്രധാനപ്പെട്ട ബോഡികൾ എന്ന് പറയുന്നത് ഈ അപ്പെക്സ് ബോഡി ലേ, അതായത് ABL എന്ന് പറയും, പിന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഇങ്ങനെ 2 സംഘടനകളാണ് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൂടുതലും ഇവരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളെ അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് കൊണ്ട് അവിടെ അവർക്ക് ക്രിമിയടിയുണ്ട്, അതൊരു പ്രശ്നമാണ്. 2, ഓരോരുത്തര് ഇനിയിപ്പോ സംസ്ഥാനമായി വരും, അവർക്കറിയാം എന്തെങ്കിലും ഒരു കാലത്ത് ഒരു പക്ഷേ സംസ്ഥാനമായി വരും. അപ്പൊ അതിലേക്കുള്ള നായകനാകാൻ വേണ്ടി, അതിന്റെ കൈപ്പിടിക്കാൻ വേണ്ടി പലരും പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ അടുത്ത മാസം, അതായത് ഒക്ടോബർ 6ാം തീയതി ഓൾറെഡി ചർച്ച വച്ചിരുന്നതാണ്. അതായത് ഈ പറയുന്ന അപ്പെക്സ് ബോഡി ലേയുമായിട്ടും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെയും ആളുകളുമായിട്ട് കൃത്യമായിട്ട് ചർച്ചകൾ വച്ചിരുന്നതാണ്. അതിനു മുൻപേ ഇത് നേരത്തെ വേണമെന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം നടന്നപ്പോൾ അതിന്റെ ഒരു പ്രിലിമിനറി ചർച്ച 25ാം തീയതി 26ാം തീയതി ആയിട്ട് നടത്താനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ ഈ പണി ഒപ്പിച്ചത്. അപ്പൊ അതിനകത്ത് ഒരു കാരണമായി പറയുന്നത് ഈ പറഞ്ഞ പോലെ സോനം വാങ്ചുക് അല്ലെ, അങ്ങേര് കുറച്ച് ദിവസമായിട്ട് ഒരു നിരാഹാരം കിടക്കുന്നു. ഇയാള് ഒരു ചെറിയ അപകടകാരിയാണെന്നാണ് ഇപ്പൊ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ പരിസ്ഥിതി പ്രവർത്തകൻ എന്നൊക്കെ പറയുമെങ്കിലും ഇയാള് ഈ പണ്ട് ബഹ്റിനില് വസന്ത വിപ്ലവം നടത്തി, അറിയാമായിരിക്കും ഒരുപക്ഷെ, അതായത് അറേബ്യൻ വസന്തം. അപ്പൊ ഈ വസന്തം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അപകടകാര്യമായ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ്. അതുപോലെ തന്നെ നേപ്പാളിലുള്ള ജെൻസി പ്രക്ഷോഭം പോലെ ഇവിടെയും വേണമെന്നൊക്കെ അയാൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന എഴുത്തുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കിടക്കുന്നയാള്. അപ്പൊ ഇന്നലെ ഒരു അപ്രതീക്ഷിതമായിട്ട് യുവജനങ്ങൾ പ്രക്ഷോഭത്തിന് വരുമ്പോൾ ഒരു ചെറിയ അപകടമുണ്ട്. നമ്മൾ നേപ്പാൾ മറക്കാൻ പാടില്ല, ബംഗ്ലാദേശ് മറക്കാൻ പാടില്ല,
ഈ യുവജനങ്ങളെ കൈകാര്യം ചെയ്യാൻ പൊതുവെ പോലീസിനായാലും പട്ടാളത്തിനായാലും ഒരു ചെറിയ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരല്ലേ, പോട്ടെ, എന്തിനും എല്ലാം കൊച്ചു പിള്ളേരല്ലേ, 10, 17, 18 വയസ്സുള്ള ജെൻ സി എന്ന് പറയപ്പെടുന്ന വിഭാഗം. ഇവര് സമാധാനപരമായിട്ടൊക്കെ ചർച്ച തുടങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കല്ലെറി തുടങ്ങി. ഈ കല്ലെറി എന്ന് പറയുമ്പോൾ ഈ നേപ്പാളിലെ കല്ലെറി നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശിലെയും കല്ലെറിയും തീവയ്പും കണ്ടതാണ്. ഈ കല്ലെറിയുന്നത് ഒരു നിവൃത്തികേട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ പോലീസ് തിരിച്ച് പിന്നെ അതിനെ പ്രതിരോധിക്കണം, ഇല്ലെങ്കിൽ ഓടുക എന്നുള്ളതേ മാർഗമുള്ളൂ. കാശ്മീരിൽ പണ്ട് സർക്കാർ ഇവർക്ക് കൂച്ചുവിലം കിട്ടുന്നപ്പം മിലിറ്ററി പോലും ഓടി മാറേണ്ടി വന്നു. ഇവര് വരും തോറും കല്ലെന്ന് പറഞ്ഞാൽ ചെറിയ കല്ലൊന്നുമല്ല എടുത്തെറിയുന്നത്. അപ്പൊ കല്ലെറി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വാഹനങ്ങൾ ആക്രമിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് അവരെല്ലാം കൂടെ ചെന്ന് നേരെ അവിടുത്തെ BJP ഓഫീസ് ഉണ്ടായിരുന്നു, ആ BJP ഓഫീസ് അങ്ങോട്ട് കത്തിച്ചു. അവിടെ കിടന്ന് അതിന്റെ മുന്നിൽ കിടന്ന വാഹനങ്ങളെല്ലാം കത്തിച്ചു. എന്ത് ചെയ്യണം പോലീസ്? നേപ്പാൾ പോലെ ഇത് പടരാൻ അനുവദിക്കണോ? പോലീസ് അവരുടെ സ്വയരക്ഷയ്ക്കായിട്ട് തിരിച്ച് ആദ്യം പിന്നെ ലാത്തി ചാർജ്, അല്ല ആദ്യം കണ്ണീർ വാതകം, പിന്നെ ലാത്തി ചാർജ്, പിന്നെ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അത് വെടിവെക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഇവര് ഒന്നും കാണാതല്ല ഈ കലാപം തുടങ്ങുന്നത്. ഏത് പിന്നെ പ്രശ്നങ്ങളും ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ഏത് പ്രശ്നവും സംവാദത്തിലൂടെയും ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെയും മാത്രമേ പരിഹരിക്കാനാവൂ. അല്ലാതെ അക്രമം അംഗീകരിക്കാൻ ഒരു സർക്കാരിനും സാധിക്കുകയില്ല. മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ ജൻസി നേപ്പാളിന്റെയും ഈ വസന്ത വിപ്ലവത്തിന്റെയും അറേബ്യൻ രാജ്യങ്ങളിൽ നടന്ന വസന്ത വിപ്ലവത്തിന്റെയൊക്കെ സൂചനകൾ നൽകിയിരുന്നു എന്നുള്ളത് സർക്കാർ കാണാതെ പോവുമോ? അപ്പൊ അങ്ങനെ കല്ലെറിയുന്നു, അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് തീ വയ്ക്കുന്നു, പോലീസ് വാഹനങ്ങൾ തീ വയ്ക്കുന്നു. എവിടെയെങ്കിലും നമ്മൾ റീസെന്റ് ഇത് കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? നേപ്പാളില് എന്തായി അവിടെയൊക്കെ നടന്നത്? അപ്പോ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അനേകം പേർ പിന്നെ കൊല്ലപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവരത് പിന്നെ സ്വയരക്ഷയ്ക്കായിട്ട് അത് ചെയ്തു. പോലീസിന്റെ ജോലി ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുക എന്നുള്ളതല്ല, അതിനെ നേരിടുക എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ചർച്ച, നമ്മൾ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു സമരം നടത്തണം എന്തിനാണ്? ഞാൻ ധാരാളം പണ്ട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതും സർക്കാരുമായിട്ടൊക്കെ നെഗോസിയേഷന് പോയിട്ടുള്ള ആളുമാണ്. നമ്മൾ എന്തിനാണ്, അതായത് വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്, മെഡിക്കൽ കോളേജിലോ അല്ലാതെയൊക്കെ. നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? സാധാരണഗതിയിൽ സർക്കാർ ഒരു മാറ്റം കൊണ്ടുവരും. ആ മാറ്റം കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെ എതിർക്കുന്നവരുണ്ടാവും. അപ്പൊ എന്താണ് നമ്മുടെ ആവശ്യം? സമരം ചെയ്യുന്നവരുടെ ആവശ്യം എന്താണ്? സമരം ചെയ്യുന്നവര് ചർച്ചയ്ക്ക് വിളിക്കണം, ഇതാണ് ആവശ്യം. സാധാരണഗതിയിൽ നമ്മൾ പണ്ട് ഇപ്പൊ ഇടതുപക്ഷ സർക്കാരായാലും ശരി വലതുപക്ഷ സർക്കാരായാലും ശരി ചർച്ചയ്ക്ക് വിളിക്കൂല. ഞങ്ങൾ ഇതാ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ സമരം നിർത്തിക്കോ, എന്നിട്ട് ക്ലാസ്സിൽ കയറ്, അപ്പോഴങ്ങനെയാണ് പറയുക. അപ്പൊ സമരം ശക്തമാക്കും, നീണ്ടുപോകും. കുറച്ച് കഴിയുമ്പോഴും നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്ക് ചർച്ചയ്ക്ക് വിളിക്കും. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള. ഇവിടെ സർക്കാരിന്റെ ഹൈ പവർ കമ്മിറ്റി ഈ നേരത്തെ പറഞ്ഞ പോലെ ABLുമായിട്ടും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമായിട്ടും ഒക്ടോബർ 6-ാം തീയതി ഒഫീഷ്യലി ചർച്ച വച്ചിട്ടുണ്ട്. അതിന് മുൻപേ ഇത് നേരത്തെ വേണമെന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എന്നാ ശരി, നമുക്ക് പ്രാഥമികമായ ഒരു ചർച്ച 25, 26 തീയതികളിൽ ചെയ്യാമെന്ന് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ പറഞ്ഞിരുന്നപ്പോഴാണ് ഇവിടെ അപ്പൊ അയാൾക്കിനെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അപ്പൊ അയാൾക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചു പേരെ ഇളക്കി വിട്ടത്. ഇയാളും സമൂഹ മാധ്യമങ്ങൾ എഴുതി. ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഇന്ന് സർക്കാർ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കാര്യം ഇത് എവിടെ കൂടെയാണ് ഉരുണ്ട് കൂടുന്നതെന്ന് നമുക്കറിയാൻ പറ്റൂല. അത് വന്ന് ഈ നേപ്പാളിന് സമാനമായ ഒരു സാഹചര്യം തുടങ്ങിയപ്പോ പിന്നെ സർക്കാരിന്റെ കയ്യിൽ എന്താണ് മാർഗമുള്ളത്? മാത്രമല്ല, നമ്മളിപ്പോ ഇതിന് മുൻപേ ഈ സർക്കാർ ഇപ്പൊ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ വിഭാഗത്തിന് സംവരണം വർദ്ധിപ്പിച്ചിരുന്നു ഓൾറെഡി ഇവർ വന്നതിന് ശേഷം. ഈ ഹിൽ കൗൺസിലുകൾ എന്ന് പറഞ്ഞ അവിടെ ഒരു സംവിധാനമുണ്ട്. ഹിൽ കൗൺസിലുകളിലെ സ്ത്രീകൾക്ക് 1/3 പ്രാതിനിധ്യം നൽകി. അവരുടെ 2 ഭാഷകൾ, ഭോയി, പൂർഗി എന്ന് പറഞ്ഞ 2 ഭാഷകൾ ഔദ്യോഗിക ഭാഷകളായിട്ട് അംഗീകരിച്ചു. 1800 ഒഴിവുകളിലേക്ക് നിയമന പ്രക്രിയ ആരംഭിച്ചു. അപ്പൊ സർക്കാർ പറയുന്നത് നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി നിരവധി നടപടികൾ എടുത്തു കഴിഞ്ഞു, ബാക്കി നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോ തൽക്കാലത്തെ സാഹചര്യത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ ചെയ്യുന്നതിനൊക്കെ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാം.
അങ്ങനെ ഇരുന്ന് ചർച്ച തുടങ്ങാറാവുമ്പോൾ ആ ചർച്ച ആലംബിക്കുക എന്നുള്ളതായിരുന്നു ആരുടെയൊക്കെയോ ഉദ്ദേശം. അതിനാണ് ഈ പ്രക്ഷോഭം സമാധാനപരമായി ആരംഭിച്ചിട്ട് പിന്നീട് പെട്ടെന്ന് കല്ലേറ്, വാഹനം കത്തിക്കല്, BJP ഓഫീസിന്റെ ആക്രമണം. അങ്ങനെ അഴിഞ്ഞാടാൻ വിദ്യാർത്ഥികളെ അനുവദിച്ചതാണ് നേപ്പാളിൽ സംഭവിച്ച പ്രശ്നം, ബംഗ്ലാദേശിൽ തുടങ്ങിയ പ്രശ്നം, ശ്രീലങ്കയിൽ തുടങ്ങിയ പ്രശ്നം. അങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ആൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആരുടെയോ, നമ്മൾ തന്നെ നേരത്തെ തന്നെ ഇത് ചർച്ച ചെയ്തിരുന്നു അല്ലെ, ഇങ്ങനത്തെ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും ഇതുപോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിലും ഇതിന്റെ അപകടങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിവിടെ തുടങ്ങി. എന്നിട്ട് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഈ നേപ്പാളിന്റെ എക്സാമ്പിൾ പല വിധത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂട്ടത്തില് അവിടുത്തെ ചിലരുടെ പ്രസംഗങ്ങള്, സോഷ്യൽ മീഡിയ കൂടെ പ്രചരിച്ച സന്ദേശങ്ങള്, ഇതൊക്കെയാണ് ജനത്തിനെ ഈ കല്ലെറിയാനും തീ വയ്ക്കുവാനും. അടുത്ത കാലത്തൊന്നും ലഡാക്ക് ഭാഗങ്ങളില് അല്ലെങ്കിൽ കാശ്മീർ ഭാഗങ്ങളിലൊന്നും ഈ തീവയ്പ് പൊതുവെ ഉണ്ടായിട്ടില്ല, കല്ലെറിയൽ മാത്രമാണ് ഉണ്ടായത്. അപ്പൊ ഈ നേപ്പാളിൽ നിന്നാണ് ഈ ഐഡിയ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു കോമൺ ത്രെഡ്. ഇത് നമുക്കറിയാം, നേപ്പാളിൽ ഇത് ആരാണ് പ്രശ്നം തുടങ്ങിയ ഒരു വിദേശ രാജ്യമാണ് ഇത് തുടങ്ങിയത്. അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ തെറ്റായ ആഹ്വാനങ്ങൾ വന്നപ്പോൾ തന്നെ സർക്കാർ കരുതി ഇരിപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെ അവിടെ ലഡാക്ക് എന്ന് പറയുന്നത് ചൈനയുടെ വളരെ അതിർത്തിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ രാജ്യ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനോടൊപ്പം മാത്രമേ ജനങ്ങളുടെ അവകാശങ്ങളും പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ തൽക്കാലം. ഇതാണ് അതിന്റെ പച്ചയായ സത്യം. അപ്പൊ അതുകൊണ്ട് അക്രമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ മാർഗമല്ല. പ്രതിഷേധമുണ്ടെങ്കിൽ വിരോധമില്ല, പക്ഷെ ഭരണഘടനാപരമായി അത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരെ നിയമാനുസൃതമായി നേരിടുക തന്നെ ചെയ്യും. പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അക്രമം അഴിച്ചു വിട്ടാൽ ലാത്തി ചാർജേ മാർഗമുള്ളൂ. ടിയർ ഗ്യാസ് വരും, പിന്നെയും തീവയ്പ് തുടരുകയാണെങ്കിൽ വെടിവെക്കും. അല്ല, വെടിവെക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് വെടിവെച്ചപ്പോ 4 പേര് മരിച്ചു. എല്ലാവരും വെടിവെച്ചിട്ടാണ് മരിച്ചതെന്ന് ഉറപ്പായിട്ടില്ല. 4 പേര് മരിച്ചു എന്ന് പറയുന്നു. ഈ യുവന്മാര് എറിഞ്ഞ കല്ലുകൾ കൊണ്ടും അക്രമം കാരണവും സംഘർഷം കാരണവും ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ ഈ ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നാലേ പറ്റുള്ളൂ. അപ്പം ഈ നമ്മള് സർക്കാർ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ പിന്നെ എങ്ങനെ നേരിടും നമ്മൾ? ഇപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നീതു, ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാൻ. നീതു അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സർ, അപ്പോഴും ഇവർ ചോദിക്കാനുള്ള ഒരു സംശയം കൂടിയാണ്. ഈ സോനം വാങ്ചുക്ക് നമുക്കറിയാം, പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടി നിരാഹാര സമരം കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുറച്ചു ദിവസം നിരാഹാര സമരം കിടക്കും, പിന്നീട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം സ്വയമേ ഈ സമരം അവസാനിപ്പിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. സോനം വാങ്ചുക്കിന് പല വിധത്തിലുള്ള ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നേപ്പാളിനു ശേഷം ഇന്ത്യ ഭയന്നത് ഒരു ജൻസി പ്രക്ഷോഭം, വിനോദ് സാർ തന്നെ പറഞ്ഞതുപോലെ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകൾ പല കോണിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജൻസി പ്രക്ഷോഭം നേപ്പാളിനു ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന് ഭയന്നു. ആ ഭയം ഇതാ യാഥാർത്ഥ്യമാകുന്നു. ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു കലാപം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 4ഓളം പേരുടെ മരണത്തിന് അത് ഇടയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തെ ഏത് രീതിയിൽ പരിഹരിക്കാനായിരിക്കും സാധിക്കുക? വിനോദ് സാറിന് എന്ത് തോന്നുന്നു? ഏത് രീതിയിൽ വരും ദിവസങ്ങളിൽ ഒരു സാധ്യതയുണ്ടെന്ന്? ഞാനാണ് ഭരണാധികാരി എങ്കിൽ അതാണ് നമ്മൾ കുറച്ചുകൂടെ പ്രായോഗികമായത്. ഒന്ന്, നിങ്ങൾ ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്തോ, വിരോധമില്ല. പ്രത്യേകിച്ച് നമുക്കിതിനകത്ത് ഒരു റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കോപ്പിയിങ് ഇഫക്റ്റ് എന്ന് പറയും. നേപ്പാളിൽ കണ്ടു, അവിടെ വിജയിച്ചു. ബംഗ്ലാദേശിൽ നടത്തി, അവിടെ വിജയിച്ചു. ശ്രീലങ്കയിൽ നടത്തി, അവിടെ വിജയിച്ചു. നമുക്ക് ചുറ്റുമാണ് ഇത് മൂന്നും നടന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം ഒരു സംവിധാനം നടത്തിയാൽ, കുട്ടികൾ എന്ന പേരിൽ നടത്തിക്കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വിജയിക്കുന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവെ വരും. അത് നടക്കൂല എന്ന് ഞാനാണ് ഭരണാധികാരി എങ്കിൽ വ്യക്തമായി ധാരണ കൊടുക്കും. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അത് ഇന്ത്യൻ സർക്കാരും ചെയ്തു, അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. അതായത് നിങ്ങൾ ഈ അക്രമത്തിൽ കൂടെയാണ് പിടിച്ചടക്കാൻ നോക്കുന്നതെങ്കിൽ നടക്കൂല. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കണം, നമ്മൾ 25-ാം തീയതി ഒരു ചർച്ച നടക്കാനിരുന്നു, 6-ാം തീയതി ചർച്ച, വലിയ ചർച്ച നടക്കുമായിരുന്നു. അപ്പൊ അതിന് മുന്നേ അതിനെ കുളമാക്കാനാണ് അവർ നോക്കിയത്. അത് നടക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇനി തീർന്നു, ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇതിനെ മുളയിലെ നുള്ളിയിലെങ്കിലാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും കാര്യം നടക്കും.
ഇപ്പൊ നേപ്പാളിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് നോക്കി നിൽക്കുമെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടിയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമാണ് ശരിക്കും അക്രമം വ്യാപകമായത്. ആദ്യത്തെ ദിവസം ടെസ്റ്റ് നോക്കി, പോലീസ് ഒന്നും ചെയ്തില്ല. അതോടുകൂടി 2-3 ദിവസമായപ്പോ അഴിഞ്ഞാടി, 4ാമത്തെ ദിവസമായപ്പോ വൻ പ്രശ്നമായി. ഇതാണ് അതിന്റെ സൂചന. ഇത് നടക്കില്ല എന്ന ക്ലിയർ കട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇന്ന് നോക്കിയോ, നാളെ അല്ലെ ഇന്നും നാളെയും മറ്റന്നാളും എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതാണ് ശക്തമായ ഒരു സർക്കാരിന്റെ ഇത്. സംസാരിക്കാത്ത സർക്കാർ ആയിരുന്നില്ല, ചർച്ചകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട്, സുരക്ഷാ ഭീഷണിയുള്ള സ്ഥലമാണ്. അവിടെ ഇവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്ന പോലെ അവിടെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് പച്ചയ സത്യമാണ്. അപ്പൊ സർക്കാർ ഇങ്ങനെ തന്നെ നേരിടണം. ശക്തമായ സർക്കാർ ഇല്ലെങ്കിൽ അനാർക്കി എന്ന് പറയും നമ്മള്, അഴിഞ്ഞാടും ജനം. പോലീസ് അവിടെ നിന്ന് മാറി നിന്നുള്ള സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ പോലീസ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും? അവിടെ കിട്ടുന്നതെല്ലാം കത്തിക്കും, മറ്റൊരു നേപ്പാളായി അവിടെ മാറും. ഇതിവിടെ നോക്കി ഇരിപ്പുണ്ട് അടുത്ത സ്ഥലത്തോട്ട് അത് പടർത്താൻ വേണ്ടി. അപ്പൊ അത് ഇങ്ങനെ തന്നെ രാജ്യ താല്പര്യം അനുസരിച്ച് ഇതിനെ ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. 4 പേരിലെ മരിച്ചുള്ളൂ, അത് തന്നെ വലിയ അത്ഭുതം. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അനിത്തു, ഇതിനകത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നേരിടേണ്ടതാണ്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അക്രമം കാണിക്കുന്നവനെ അടിച്ചമർത്തുക തന്നെ വേണം, പ്രത്യേകിച്ച് അനാവശ്യമായി അക്രമം കാണിക്കുന്നു. യെസ്, എന്തായാലും ലഡാക്കിൽ പ്രക്ഷോഭം കനക്കുകയാണ്. ഈ രീതിയിൽ പോലീസും CRPF-ഉം ഉൾപ്പെടെ സജീവമാണ്. കലാപകാരികളെ നേരിടാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നുമുണ്ട്. പക്ഷേ നമ്മൾ ഈ ജെൻസി പ്രക്ഷോഭം നമ്മൾ നേപ്പാളിൽ കണ്ടു, ബ്രിട്ടനിൽ കണ്ടു, ഒടുവിൽ അത് ലഡാക്കിൽ, ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.